എന്നിട്ട് വായിക്കാം. ഇപ്പൊ തുറക്കരുത്. നമ്മുടെ അമ്മയേക്കാ വരുന്നേ. അപ്പൊ അവനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ പിന്നെ അവനെയും കൂടെ വിളിച്ചിട്ട് വാടാ എന്തേ വെൽക്കം മമ്മി ഓൺ സ്റ്റേജ്. വാ ഞാൻ ഇവിടുന്ന് ഇപ്പൊ പറയാറ് എന്ത് എനിക്ക് ഇഷ്ടായില്ലേ? പണിയാ മീനുട്ടിയെ ചെയ്തത്. അവിടെ നല്ല ഇൻട്രോ ഒക്കെ പറയേണ്ടത് ഞങ്ങള് കറക്റ്റ് ആയിട്ട് കാണിക്കുവനെ. എടാ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോവാടാ എന്ന് എന്റെ മനസ്സ് പറയുന്നു. റിമി ചേച്ചി അയച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. അജ്ഞാതൻ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു. അയ്യോ പ്രിയപ്പെട്ട ജഡ്ജസ്, പിറന്നാൾ ദിനം. അമീഖ് എന്ന കണ്ടസ്റ്റന്റിന് ഒരുപാട് ഗിഫ്റ്റുകൾ ലഭിച്ചു. എന്നാൽ അവൻ ഒരുപാട് നാളായി അവന്റെ ഉള്ളിൽ ഒരു സങ്കടം പേറി നടക്കുന്നുണ്ട്. അവന്റെ സഹ കണ്ടസ്റ്റൻസിനെ ജഡ്ജസ് ആലിംഗനം ചെയ്യുമ്പോൾ അവനെ ആലിംഗനം ചെയ്യുന്നില്ല എന്ന വിഷമം. ഇതിവന്റെ അമ്മാവൻ എഴുതിയ കത്താന്ന് ഇപ്പൊ മനസ്സിലായി. ഈ പിറന്നാൾ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് അവനെ സന്തോഷവാനാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവന്റെ ഓരോ പാട്ട് കേട്ടിരിക്കുമ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങളായിരുന്നു അവന്റെ റോൾ മോഡൽ എന്ന് അജ്ഞാതൻ. അജ്ഞാതേട്ടനത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതായത് ഇവനെ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ടില്ലേ ഇതുവരെ? ഇവനാണോ അജ്ഞാതൻ? ഇവൻ ചോദിക്കുക ഇവനാണോ? നിനക്ക് വിഷമമുണ്ടോ? അവൻ ഇത്രയൊന്നും എഴുതാൻ അറിയില്ല. മനസ്സിലെ വിഷമം ആരോട് നിനക്ക് വിഷമമുണ്ടോ ഇല്ലയോ എന്ന് പറ. കുറച്ച് ഞങ്ങള് കെട്ടിപ്പിടിക്കാത്തോണ്ടോ? പാടി കെട്ടിട്ട് വന്നാ മതി. സാറ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആണോ? സാറ് കെട്ടിപ്പിടിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചിയും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ തലയിലോട്ടായിരുന്നല്ലേ? അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇവനെ കെട്ടിപ്പിടിക്കാൻ പോയപ്പോ ഇവൻ ഓടി. നീ ഓടി, പിന്നെ ഒരു അവസരം കൊടുക്കണ്ടേ കെട്ടിപ്പിടിക്കാൻ? ഇത് കഴിയട്ടെ, ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കാം. ഓക്കെ, സന്തോഷം. അതോ എനിക്ക് പകരം റിമി മോള് മതിയോ? ഞാൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അവന്റെ ആഗ്രഹം ഓൾറെഡി കെട്ടിപ്പിടിച്ചത്. നിനക്ക് ഇവിടെ ആരെ കെട്ടിപ്പിടിക്കുമ്പോഴായിരുന്നു ഇത്ര സങ്കടം തോന്നിയത്? അത് സത്യം പറ, മനസ്സ് തുറന്നു പറ. വേറെ ഏത് കൊച്ചിനെയാ ഇത്രയും കെട്ടിപ്പിടിച്ചപ്പോ വിഷമം? നിന്റെ ഉള്ളിൽ വിഷമം വന്നത് എപ്പോഴാ? അതെ, അല്ലെങ്കിൽ മനസ്സിൽ വെച്ചാൽ അതൊരു വല്ലാത്തൊരു ഭാരമാണ്. അണ്ണനെ ഞാൻ എടാ കള്ള, എന്നിട്ട് എന്റെ തലയെ കൊണ്ടുവച്ചവൻ. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ നിന്നെ 5 മിനിറ്റ് നേരം കെട്ടിപ്പിടിച്ച് നിന്നെ ഞെക്കും നിന്ന് ഞാൻ. സന്തോഷായില്ലേടാ? നീ തന്നെയല്ലേ കത്തെഴുതിയേ? അല്ല, ഏത് പാട്ടാ പാടുന്നേ? നെഞ്ചുടുക്കിന്റെ താളത്തോട്. നെഞ്ചുടുക്കിന്റെ താളം. അപ്പൊ നല്ല സങ്കടത്തിൽ നല്ല അടിപൊളിയായിട്ട് പാടണം കേട്ടോ. കെട്ടിപ്പിടിക്കാനുള്ളതാണ് കേട്ടോ. ഇത് പാടി കഴിയുമ്പോഴത്തേക്കും തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നണം. അതെ, പിന്നെ ഇവിടെ ക്യാമറ കട്ട് പറയുന്നോടം വരെ ഞാൻ അങ്ങനെ നിൽക്കും. അത്രയ്ക്കും നന്നായി പാടണം. ഓക്കെ. സിനിമ കരിമാടിക്കുട്ടൻ. പിന്നെ ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാർ. മ്യൂസിക് മോഹൻ സിത്താര സാർ. വർഷം 2001. പാടിയത് ദാസേട്ടൻ. ശരി, തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നെഞ്ചുടുക്കിന്റെ താളത്തോടിപ്പിൽ
ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു മാം. അല്ല അങ്ങനല്ലല്ലോ, വിളിക്കണ്ടേ? ആദ്യം അവിടെ പിന്നെ ഞാൻ. അല്ലല്ല, വിളിക്കണ്ടേ? അവിടെ വിളിക്കണം. വന്നിട്ടാണോ? അതായത് റിമി മോളെ അവിടെ വരുത്തണം അല്ലേ അതെ നിനക്ക്? അതെ നിന്റെ ആഗ്രഹം അതല്ലേ? അതെ. ആ വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരളല്ലേ. വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരളല്ലേ. കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. പാലയിൽ വാഴും തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരളല്ലേ. കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. പാലായിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. പാലായിലെ കൊച്ചു തമ്പുരാട്ടി എന്നെ കെട്ടിപ്പിടിക്കാൻ വാ, എന്നെ കെട്ടിപ്പിടിക്കാൻ വാ. അയ്യോ അതെന്തൊരു കെട്ടിപ്പിടുത്തായിരുന്നു എന്റെ ദൈവമേ. നാണം വരുന്നു. ഇത്രക്ക് ഇഷ്ടമുണ്ടായിരുന്നോ നിനക്ക്? ഇഷ്ടമുണ്ടായിരുന്നു അതെ കേട്ടില്ലേ? അല്ലാതെ എനിക്ക് ആ കെട്ടിപ്പിടുത്തൽ ഫീൽ ചെയ്തു, ഭയങ്കര ഇഷ്ടത്തോടു കൂടി. സ്നേഹത്തില്. അല്ല ആ ഹൃദയത്തുടിപ്പുണ്ടായിരുന്നല്ലേ? ആ എത്ര നാളായിട്ടുണ്ടായിരുന്നു നിനക്ക് ഈ ഹൃദയത്തുടിപ്പ്? കുറച്ച് നാളായിട്ട്. കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ അണ്ണൻ ആര്യൻ കേരേട്ടനൊക്കെ പറയുമ്പോഴും ഇവൻ എപ്പോഴും കൂടെയുണ്ട്, പക്ഷെ കെട്ടിപ്പിടിക്കാനോ എന്തോ അങ്ങനെ നമ്മൾ ഇവന്റെ കാര്യത്തിലോട്ട് പോയിട്ടില്ല. അതെ. പക്ഷെ അതിന്റെ ഉള്ളിൽ വിഷമം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇനി ശ്രദ്ധിക്കടാ. സോറിയാണ്, നിന്റെ പിഞ്ച് ഹൃദയം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇനി എന്നും. So today we are giving you 96.5 out of 100. താങ്ക് യു സർ. ഒരു റിമി മോൾ പോകട്ടെ.